ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കുഷ്ക റൈസ് ബിരിയാണിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ കുറച്ച് സാധനങ്ങൾ മതി. പിന്നെ വളരെ ഹെൽത്തിയുമാണ് ഈ ബിരിയാണി. പിന്നെ വെജിറ്റബിളും മീറ്റൊന്നും വേണ്ട, ചിക്കൻ മട്ടൺ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിൽ നമ്മൾ ഒരുപാട് വെജിറ്റബിൾസൊക്കെ കളക്ട് ചെയ്യണം. അതൊന്നും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഈ ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് മസാല റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ടീസ്പൂൺ ഗീ പാൻ ചൂടായപ്പോൾ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2 പീസ് പട്ട, പിന്നെ ഒരു കഷ്ണം ജാതിപത്രി, ഒരു സ്റ്റാർനട്ട് അതായത് തക്കോലം, പിന്നെ ഒരു 6-7 കറയാമ്പൂ, 2 ഏലക്ക, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 10-15 ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റിക്കൊടുത്ത് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിന ഇല ചേർത്ത് കൊടുക്കാം. പുതിന കുറച്ചുകൂടി കൂടുതൽ ചേർത്താൽ ഇതിലും നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്യണം. അതിന് ശേഷം സ്റ്റവിൽ നിന്ന് മാറ്റി തണുത്തതിന് ശേഷം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. 500 ഗ്രാം ബസ്മതി റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്തി എടുത്തിട്ട് സ്റ്റെയിനറിലിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഈ 500 ഗ്രാം അരിയുടെ മസാലയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഉണ്ടാക്കുന്നവർ ഈ മസാലയുടെ അളവ് ഈ അളവിൽ കൂട്ടിയെടുക്കേണ്ടതാണ്. ഞാനിത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുക്കർ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൂടുതൽ ചേർക്കുക കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഓയിലിൽ ചേർക്കുക. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഗീയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 4 ഏലക്ക, 2 ജാതിപത്രിയുടെ കഷ്ണം, പിന്നെ ഒരു 7-8 ഗ്രാമ്പു, പിന്നെ ഒരു 2 കഷ്ണം പട്ട, തക്കോലത്തിൻ്റെ 4 ഇതള് അടർത്തിയെടുത്തത്, ഒരെണ്ണം മുഴുവനായിട്ടും വേണ്ട. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് വളരെ ചെറുതായി ചോപ്പ് ചെയ്ത 2 സവാള, മീഡിയം സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നന്നായിട്ട് മുരിയുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവാളയുടെ നിറമൊക്കെ നന്നായിട്ട് മാറണം, ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഞാൻ തക്കോലവും പട്ടയും ഇപ്പോഴാണ് കേട്ടോ ചേർത്തത്. ഞാൻ ആദ്യം ചേർക്കാനായിട്ട് മറന്നു പോയിരുന്നു, അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് ഈ സവാള ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വളരെ ചെറുതായി ചോപ്പ് ചെയ്ത ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോയാണ് ഞാൻ എടുത്തത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ സവാള വാടിയപ്പോഴേക്കും ചേർക്കാമായിരുന്നു ടൊമാറ്റോ, പക്ഷേ അപ്പോൾ സവാള മൊരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് തക്കാളി ഇപ്പോൾ ചേർക്കുന്നത്. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ. ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. ഓൾ സ്പൈസസ് വാങ്ങിച്ചിട്ട് ബിരിയാണി മസാലയുടെ കിട്ടും, അത് പൊടിച്ചത് ഉപയോഗിച്ചാലും മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായത് കൊണ്ടാണ് ചേർത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ
റോസ്റ്റ് ചെയ്ത് പേസ്റ്റാക്കിയ മസാല ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2 മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടും നന്നായിട്ട് കുക്കാകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ റോസ്റ്റ് ചെയ്ത് പേസ്റ്റാക്കിയ മസാലയും നമ്മൾ നേരത്തെ ചേർത്ത മസാലപ്പൊടികളും എല്ലാം കൂടി നന്നായിട്ട് കുക്കാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ തൈര് 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ പേസ്റ്റൊക്കെ നന്നായിട്ട് സ്മൂത്താകും. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ കറിയിലേക്ക് വേണ്ട ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തത്. എന്നിട്ട് ഈ മസാല ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോഴേ ഇത് കറക്റ്റ് ആവുള്ളൂ. 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം, ബസ്മതി റൈസ്. അത് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുതിർത്തി വെച്ച അരി ആയതുകൊണ്ട് ഒടിഞ്ഞു പോകരുത്, അതായത് നുറുങ്ങി പോകാതെ വളരെ മയത്തിൽ ഇത് മസാല അരിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം, അതായത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ചേർക്കേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ഈ അരിയിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം ഒരു വിസിൽ വരുമ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം 4 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റീം കളഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വാളംപുളി, പിന്നെ കുറച്ച് കുരുവില്ലാത്ത മുന്തിരി, ഉണക്കമുന്തിരി, അത് ഞാൻ 10 മിനിറ്റ് കുതിർത്തിയതാണ്. പിന്നെ ഒരു ചുള ഉള്ളി, സാധാരണ ഉള്ളി, പിന്നെ കുറച്ച് ഉപ്പ്. ഇതിന് വേണ്ട ഉപ്പ് നമ്മൾ കറക്റ്റായിട്ട് ചേർക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചതച്ച മുളക്, അതായത് ചില്ലി ഫ്ലേക്സ്, അതും കൂടി ചേർത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ലൂസ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തപ്പോഴാണ് ഇതുപോലെ ആയി കിട്ടിയത്. കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുത്താൽ മതിയാകും. വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഫസ്റ്റ് വിസിലിന് ശേഷം 4 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ചോറ്. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി എടുത്ത നേരം കൊണ്ട് ചോറ് റെഡിയായി. ചമ്മന്തി നമുക്ക് സാധാരണ ചോറിന് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള കുഷ്ക റൈസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, അധികം സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.